ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളത് പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജാസ്മിൻ ഇപ്പം നല്ല രീതിയിൽ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അഭിഷേക് ജയദീപിന്റെ അടുത്ത് ജാസ്മിൻ ഒരു കഥ പറയുകയാണ്. അതായത് ജാസ്മിൻ ഇവിടെ വന്ന സമയത്ത് എല്ലാവരും തന്നെ ജാസ്മിനെ കോർണർ ചെയ്യുകയായിരുന്നു എന്നും ആ ഒരു സമയത്ത് ജാസ്മിന് താങ്ങും തണലുമായി നിന്ന ഒരാളാണ് ഗബ്രി. അപ്പോൾ ഗബ്രി മാത്രമേ ജാസ്മിൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഗബ്രിയോട് ഇത്രയധികം അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രീതുവും അതുപോലെ തന്നെ ഋഷിയും അരികിലുണ്ടായിരുന്നു. അവരുടനെ ചോദിച്ചു, നിന്നെ അതിന് ആരിവിടെ എപ്പോൾ കോർണർ ചെയ്തു എന്നുള്ള കാര്യം ചോദിച്ചു. അതിന് തപ്പി തടഞ്ഞൊക്കെ ആണെങ്കിലും ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് തന്നെ അറിയാം ഇവൾ എന്തൊക്കെയോ കളങ്ങളാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്. ഉടനെ അഭിഷേക് പറഞ്ഞു, അതിന് നിന്നെ കോർണർ ചെയ്യാൻ ഇവിടെ ആരാ ഉണ്ടായിരുന്നത്? മാത്രമല്ല ഇവിടെ കോർണർ ചെയ്യാൻ ഉള്ള സമയം പോലും നീ കൊടുത്തില്ല. നീ വന്ന രണ്ടാമത്തെ ദിവസം തന്നെ നീയും ഗബ്രിയും കൂടെ ഒട്ടിപ്പിടിച്ച് ഒരു മൂലക്ക് മാറിയിരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ സമയത്തിനുള്ളിൽ നിന്നെ ആര് കോർണർ ചെയ്തു, എപ്പോൾ കോർണർ ചെയ്തു എന്നാണ് നീ പറയുന്നത്? കോർണർ ചെയ്യാനുള്ള ഒരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിക്ക് മുമ്പേ തന്നെ നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നീ ഇത് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തരത്തിൽ എന്തായാലും അഭിഷേകും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്, എനിക്ക് അവനോട് നല്ല സ്നേഹമുണ്ട്, പക്ഷെ അതൊരു പ്രണയമൊന്നും അല്ലടാ എന്നുള്ള തരത്തിൽ അഭിഷേകിൻ്റെ അടുത്ത് ഇങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ അഭിഷേകും ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പല പ്രാവശ്യങ്ങളിലായി കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ പരസ്പരം പ്രണയമാണ് എന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് അഭിഷേക് തിരിച്ചു പഠിച്ചിട്ടുണ്ട്.